പുലർച്ചെ 4:45 തൊട്ടിട്ട് ഞാൻ ഈ മുതലിനെ വിളിക്കണതാണ് കേട്ടോ. എന്നിട്ട് 5:10 ഇതുവരെ ഇട്ടിട്ടില്ല. ഞാനിപ്പോ എനിക്ക് നീ പോയിട്ട് ചായ ഇടുന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് ചായ ഇടാൻ വേണ്ടി വന്നു കേട്ടോ. ഇന്ന് വിഷ്ണുവിന്റെ സേവ് ദ റൈറ്റ് എടുക്കാൻ പോകട്ടോ. അങ്ങനെ ഞാൻ ചായ ഒക്കെ ഇട്ട് വന്ന് നോക്കുമ്പോഴേക്കും ആളെ ഇട്ടിട്ടില്ല. നല്ല ഉറക്കം തന്നെയാട്ടോ. ലാസ്റ്റിക്ക് പ്രാന്ത് വന്ന് 2 ഇടി കൊടുത്തിട്ടാട്ടോ എനിപ്പിച്ചത്. അങ്ങനെ നേരെ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഇന്ന് രാവിലെ ഒരു 7 മണിക്ക് ആകുമ്പോഴട്ടോ ഷൂട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ 5 ആദർശനും വിഷ്ണുവിനും കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ രാവിലെ നല്ല മഞ്ഞായ കാരണം ഞാൻ പോയില്ല കേട്ടോ. അങ്ങനെ വിഷ്ണുവിനെ കാത്തിരുന്ന് ആദർശേടം കിടന്ന് ഉറങ്ങിട്ടോ. വിഷ്ണുവേട്ടൻ അങ്ങനെ 4:45 വിളിച്ച് എനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വിഷ്ണുവേട്ടൻ എത്തുമ്പോൾ ഏതാണ്ട് 5:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഷൂട്ടുള്ളത് ചേച്ചിയുടെ വീടിന്റെ അടുത്ത് ചാത്തന്നൂര് കക്കാട് മനയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവര് 2 പേരും കൂടി പോവാണ്. ഇവർക്ക് എന്നിട്ട് പോയിട്ട് 5 കൂട്ടണം കേട്ടോ. ഈ ഒരു സമയത്ത് ഉമ്മർത്തിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല കാറ്റും നല്ല അടിപൊളി വൈബായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിക്ക് ആകുമ്പോഴേക്കും ഇവര് ഷൂട്ട് കഴിഞ്ഞ് വന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോവാണ്ടായിരുന്നു. എനിക്ക് അച്ഛൻ എന്റെ ഡ്രസ്സുകളൊന്നും പാകാവാതെ ആകെ വിഷമിച്ച് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ പോകുമ്പോഴേക്കും അമ്മ വേഗം ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോൾ ചെറുപയർ കറിയും പിന്നെ പപ്പടക്കൂട്ടി ഞാൻ വേഗം ചോറുണ്ട്. അപ്പൊ നമ്മുടെ ഒപ്പം അച്ചും ആളും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിന്ന് പോണത് എടപ്പാളുള്ള നീരൊഴുക്ക് വൈദ്യശാലയ്ക്കാണ് കേട്ടോ. എന്റെ ബോഡിക്കും എന്റെ മൈൻഡിനും ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്രിനാറ്റൽ കെയർ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങള് എടപ്പാളുള്ള നീരൊഴുക്ക് വൈദ്യശാലയ്ക്ക് പോണത്. ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ ദൂരാണുള്ളത്. പക്ഷെ പോണ വഴിക്ക് ഞാൻ ഫുള്ള് വാള് വെച്ച് ഒരു വിധായിട്ടോ. വണ്ടിയൊന്നും സൈഡാക്കാനുള്ള കേപ്പേ കിട്ടിയില്ല കേട്ടോ. മാളൂന്റെ ഉള്ള ഒരു കവർ വാങ്ങിച്ച് അതിൽ ഫുള്ള് ഛർദ്ദിച്ചൊരു വിധായി. നമ്മുടെ എടപ്പാള് ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ് ഈ നീരൊഴുക്ക് വൈദ്യശാല ഉള്ളത് കേട്ടോ. അങ്ങനെ ഇത് ഡോക്ടറിനൊക്കെ കണ്ടു. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ആക്കാട്ടോ. അപ്പോൾ ഓൾറെഡി അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു റൂമൊക്കെ അവർ സെറ്റ് ആക്കി തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റൂമിലിരുന്ന് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. മാളൊക്കെ പിന്നെ നൈസായിട്ട് കിടന്ന് ഉറങ്ങി തുടങ്ങിട്ടോ. അപ്പോഴേക്കും എനിക്ക് വിശന്ന് തുടങ്ങി. കാരണം ഞാൻ കഴിച്ചതൊക്കെ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശേടം പോയിട്ട് പഴംപൊരി മുട്ടപ്പൊരി ഒക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇവരുള്ള കാരണം എനിക്ക് ഭയങ്കര ഒരു കമ്പനി ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. മൈൽഡായിട്ട് കൈയിനും തലയ്ക്കും കാലിനൊക്കെ ചെറിയ മസാജ്, പിന്നെ താളിടുക, പിന്നെ ഫേസ് പാക്ക് ഒക്കെ ഇടുക. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു കുളിയും പാസ്സാക്കി ഇവർക്ക് കണ്ണൊക്കെ എഴുതി തന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ തെറാപ്പിസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ മന്തി കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് ആദർശേട്ടന് ബട്ടർ നാൻ മതി പറഞ്ഞിട്ട് ആദർശേട്ടൻ ബട്ടർ നാനാണ് വാങ്ങിച്ചത്. എനിക്കും അച്ഛനും മാളൂനും മന്തി മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് അൽഫാമും മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോർന്ന വഴിക്ക് സ്റ്റുഡിയോ കണ്ടു കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റുഡിയോയിലും കൂടി കയറാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർ 3 പേരും കൂടി സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.